ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മാങ്ങ ക്യാരറ്റ് അച്ചാർ തയ്യാറാക്കാം. എനിക്കിന്നൊരു മാങ്ങ ഇവിടുത്തെ മാവിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ നല്ല ഫ്രഷായ മാങ്ങ. അപ്പം ഞാൻ ഓർത്തൊരു അച്ചാറാക്കിയെടുക്കാം. അപ്പം മുഴുവനൊന്നും എടുത്തിട്ടില്ല, കാരണം വലിയ മാങ്ങയാണ്, എനിക്ക് കുറച്ച് മതിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. ഇനി ഈ മാങ്ങയിലേക്ക് കായപ്പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഇത്രയും ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ മസാലപ്പൊടികളൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നിടം വരെ കുറച്ച് നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നല്ല അടിപൊളി ഒരു അച്ചാറാണ്. എല്ലാവരും ഈ അച്ചാറൊക്കെ ഇടുന്നതാണ്. നിങ്ങളിങ്ങനെയും കൂടി ഒന്ന് ഇട്ട് നോക്കുക. ഇനി ഒരു ക്യാരറ്റ് ഞാൻ ഇതേപോലെ തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരേപോലെ ഒരേ കനത്തിലും നീളത്തിലും ആകാൻ ശ്രദ്ധിക്കണം. ആ ക്യാരറ്റിനെ ഞാനൊരു 2 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്ത് പോകണ്ട. ഈ അച്ചാറിൽ ഈ ക്യാരറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ചേർത്ത് പൊട്ടിച്ച് അതിലേക്ക് നീളത്തിലരിഞ്ഞ കുറച്ച് വെളുത്തുള്ളി, അതൊന്ന് വഴന്ന് വരുമ്പോൾ അതേപോലെ തന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, അതും ഒന്ന് വഴറ്റിയതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളക്. ഇതിന് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിനിടണം. നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രഷായി കുറച്ച് കറിവേപ്പില. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴലണം. ഒത്തിരി ഒന്ന് ബ്രൗൺ നിറമാകാൻ വെയിറ്റ് ചെയ്യേണ്ട. കായപ്പൊടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ മാങ്ങ കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ഇനി വേകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മാങ്ങയും ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ ഉപ്പൊക്കെ ഇട്ട് വെച്ചതായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് യോജിപ്പിച്ചിട്ട് നമ്മൾ ആ ക്യാരറ്റ് തിളപ്പിച്ച വെള്ളം കളഞ്ഞിട്ടില്ല, കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ സമയം ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിതിന് പ്രത്യേകിച്ച് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ക്യാരറ്റ് തിളപ്പിച്ചെടുത്ത് ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അടിപൊളി ക്യാരറ്റ് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്നമർത്തി ഓളെന്നുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ ബൈ.